ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ശരിക്കും നമ്മുടെ ഒരു വീക്കിൻ്റെ നമ്മുടെ 2025 ഫസ്റ്റ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്ത കഴിഞ്ഞ ആഴ്ചയിലാണ് നല്ല പ്രോഫിറ്റിലാണ് നമ്മളെല്ലാവരും പോയത് അല്ലേ. നമ്മുടെ വീക്ക്ലി അനാലിസിസ് പ്രകാരം നല്ല അടിപൊളിയായിട്ട് അതേ മൂവ്മെൻറ്റ്സിൽ തന്നെയാണ് പ്രൈസ് പോയത്. നമ്മൾ കറൻസി ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ. അതുപോലെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് നല്ല ആക്റ്റീവായിരുന്നു. ഈ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വേറെ ലെവലായിരിക്കുമെന്ന്. അതേപോലെ നമ്മൾ എടുത്ത മൂവ്മെൻറ്റ്സ് അല്ല, എനിക്കൊന്ന് ഏകദേശം 4 ദിവസം പറഞ്ഞ അതേ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് പോയി. നല്ല ട്രേഡ്സ് കിട്ടി, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നേരത്തെ തന്നെ മുൻകൂട്ടി പറയുകയും കറക്റ്റായിട്ട് ആ മൂവ്മെൻറ്റ്സ് പറഞ്ഞ് ഇതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഈ വർഷം ആദ്യത്തെ നല്ലൊരാഴ്ചയിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉഷാറാക്കാം. ഈ ആഴ്ചയിൽ നല്ല നല്ല ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നതാണ്. അതേപോലെ വീക്ക്ലി അനാലിസിസ് കാണുന്ന ആളുകൾ മാത്രമായിട്ടുള്ള മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ, അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി അനാലിസിസ് പറയുന്ന ആ മൂവ്മെൻറ്റ്സ് ഒന്ന് ക്യാച്ച് ചെയ്താൽ മാത്രം മതി നല്ല പ്രോഫിറ്റിലെത്താനായിട്ട്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ മാസം വന്നിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഈ മാസം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബുള്ളിഷാണ്. പക്ഷേ നമ്മുടെ നവംബർ ക്യാൻഡിൽ ഉണ്ടായതിൻ്റെ ഇൻസൈഡാണ് ഡിസംബർ ഉണ്ടായത്. അതിൻ്റെ ഇൻസൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും നമ്മുടെ ജാനുവരിയിൽ 2025 വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോഴും പ്രൈസ് ഈ ഒരു 4 മാസമായിട്ടൊരു റേഞ്ചിൽ തന്നെയാണ്. ആ റേഞ്ച് ബ്രേക്കപ്പ് ചെയ്തിട്ടില്ല അല്ലേ. ആ റേഞ്ചിൽ തന്നെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാം ഈ വീക്ക് ഒരു ബുള്ളിഷിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വീക്കിൻ്റെ മദർ ക്യാൻഡിൽ ഹൈ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെല്ല് നോക്കി. അതിന് ശേഷം പ്രൈസിങ്ങിന് മുകളിലേക്ക് കയറി നല്ലൊരു ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സെല്ലിൻ്റെ റിയാക്ഷൻസ് ആയിരിക്കും പറയണം. പക്ഷേ ബൈ എൻട്രി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ചെറിയൊരു പി ഒയിൽ നിന്ന് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും അത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് റേഞ്ചിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. വീക്കിൻ്റെ വേറെ ഈ ഒരു ആഴ്ചയിൽ ഇനി വലിയ റിയാക്ഷൻ പറയാനൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും, എന്നാലും പ്രൈസ് മേളിലേക്ക് വന്നാൽ വലിയ റിയാക്ഷൻ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇൻറ്റേണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. സെല്ലിലേക്ക് നോക്കുമ്പോൾ ഇൻറ്റേണൽ സ്ട്രക്ചർ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഈ പൊസിഷനിൽ നിന്ന് റിയാക്ട് ചെയ്യാണ്ട്. പക്ഷേ നമുക്ക് നേരെ നമ്മുടെ 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 ഹവറിലും ഇതേ സെയിം ഇൻറ്റേണൽ സ്ട്രക്ചർ തന്നെ നമുക്കുള്ളത് അല്ലേ. നമ്മൾ ഈ 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ ട്രേഡ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് നല്ല ട്രേഡ്സൊക്കെ നമുക്ക് കിട്ടിയതായി ഇവിടുന്ന് പല ട്രേഡ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ 1 ഹവറിൻ്റെ സെറ്റപ്പിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ മുൻകൂട്ടി 1 ഹവറിൻ്റെ OB വരച്ചിട്ടത് കൊണ്ടാണ് ഇത് 1 ഹവറിൻ്റെ ഡിസിഷൻ OB ആയിട്ട് വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1 ഹവറിൻ്റെ ഐഡിയ എടുത്ത് അതേ ക്യാൻഡിൽ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഡിസിഷൻ OBയും ബ്രേക്ക് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻ OB പിന്നെ നമ്മൾ നോക്കുമ്പോൾ വേറെ ഡിസിഷൻ OB ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയും മറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല. ഇനി നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ വട്ടം തന്നെ ട്രേഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവിടെ നിന്ന് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല. നമ്മളിത് വീക്കിൻ്റെ ഹൈ എടുത്ത് കഴിഞ്ഞപ്പോഴുള്ള റിയാക്ഷനാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ഒരു ഡിസിഷൻ OB ആയിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്കില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് എടുക്കാറില്ല അല്ലേ. പിന്നെ ഇതൊരു ഓർഡർ ഫ്ലോ ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലെ ലോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൊരു ലോയായിട്ട്. അപ്പോൾ പല ആൾക്കാരും ഇത് വരച്ചഴച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതല്ല, ഓർഡർ ഫ്ലോ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ലോയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ലോ നോക്കിക്കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് മിറ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വാലിഡ് ഓർഡർ ഫ്ലോയും അല്ല. അപ്പോൾ പ്രൈസ് എങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ് നമ്മുടെ ഈ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന പ്രൈസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് നോക്കാമെന്ന്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല ലിക്വിഡിറ്റി പ്രൈസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കി, പിന്നെ നെക്സ്റ്റ് നമ്മൾ പ്രീവിയസ് ഡേയുടെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു SL അടിച്ചിട്ട് നെക്സ്റ്റ് ഇതിൽ നിന്നായിരിക്കും റിയാക്ട് ചെയ്യണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതിൽ നിന്ന് റിയാക്ട് ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ അതൊക്കെ കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പല പൊസിഷനിൽ നമുക്ക് നല്ല നല്ല മൂവ്മെൻറ്റ്സ് കിട്ടി. $20-30 എൻട്രീസൊക്കെ നമുക്ക് കിട്ടി. നമുക്ക് 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ബൈസുകളും കാണാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ലൊരു സെല്ല് നോക്കാം. നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ ഇച്ചിരി കൂടി ലോങ് ടൈം ആയിട്ടുള്ളൊരു സെല്ല് നോക്കാവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓൾറെഡി പ്രൈസ് ബുള്ളിഷാണത് നോക്കണം. ബുള്ളിഷിലും ഉണ്ട് ബിയറിഷും ഉണ്ട്. രണ്ടും ഹാഫ് 50-50 നിൽക്കണേ. അപ്പോൾ പക്ഷേ ആ 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കും ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ
ഉറപ്പാണ് പ്രൈസ് പിന്നീട് പോകുന്നത് ഇച്ചിരിയും കൂടി ബുള്ളിഷ് പവറിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബൈ എൻട്രീസ് നോക്കുക, 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന നല്ല കൺഫർമേഷൻ കിട്ടുന്ന സെൽ എൻട്രീസ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ സെല്ല് പോകുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ 50 മിനിറ്റിലൊരു ചോക്ക് തന്നെ പ്രൈസ് തരാനുള്ള സാധ്യതയുണ്ട്. ഈ 50 മിനിറ്റത്തെ ചോക്ക് തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പുതിയ സ്ട്രക്ചർ തന്നെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ 50 മിനിറ്റിൻ്റെ ചോക്ക് തന്നിട്ടായിരിക്കും പിന്നെ പ്രൈസ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ലോ എടുത്ത് കഴിയുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയുടെ ലോ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് റിയാക്ട് ചെയ്യും. പ്രീവിയസ് വീക്കിൻ്റെ ലോ എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസിൻ്റെ വീക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണെങ്കിൽ പോലും അത് റിയാക്ട് ചെയ്യും. ഇൻസൈഡ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൻ്റെ ലോ റിയാക്ട് ചെയ്യും. നല്ല റിയാക്ഷനൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ചകളിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ലാത്ത നമ്മൾ മൺഡേ നോക്കിയിട്ട് തന്നെ നല്ല നല്ല ട്രേഡ്സുകളും മൂവ്മെൻറ്റ്സ് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു തരാം. ആ പറയുന്നത് പോലെ തന്നെ പരമാവധി എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ഇന്നൊരു പൊസിഷനിൽ നിന്ന് സെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പൊസിഷനിലേക്ക് ഒരു ഇൻറ്റേണലോ അല്ലെങ്കിൽ സെക്ഷൻ്റെ ഒരു ബൈ കിട്ടണമെങ്കിൽ ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ബൈയും നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ എൻട്രീസൊക്കെ ഇട്ടതാണ്. അപ്പോഴും പല ആൾക്കാരും പറഞ്ഞു ഇനി ബൈ ചെയ്തോട്ടെ ബൈ ചെയ്തു, പക്ഷേ നല്ല രീതിയിൽ സെല്ലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ സെല്ല് പോയിട്ടുണ്ട്. ഇപ്പോൾ മന്തിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്നെടുത്ത ആ മന്തിൻ്റെ റിയാക്ഷൻ തന്നെയാണ് ഇപ്പോഴും പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ലോ വരെ പോകാനുള്ള റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ ലോ വരെ പോയി അടുത്ത നെക്സ്റ്റ് OBയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. ഞാൻ അന്ന് പറഞ്ഞതാണ് ഈ ഒരു ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GBP USDയിൽ ഒരു റിയാക്ഷൻ ഇവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. അതെന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇച്ചിരിയും കൂടി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും. ഇപ്പോൾ വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പൊസിഷൻ റിയാക്ട് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. ആ പൊസിഷൻ നമ്മൾ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ്. ഡേയിൽ നമുക്ക് ലോങ് ടൈം ബൈ എടുക്കാമെന്നുള്ള ഒരു OB ആണുള്ള. ഡെയിലി പ്രൈസ് എന്തായിരുന്നു, ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരുന്നു അല്ലേ. അതിൻ്റെ എക്സ്ട്രീമിൽ പ്രൈസ് വന്നതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഈ ഒരു ഡേയിൽ പ്രൈസ് നമ്മുടെ ഈ ഒരു മേജർ ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തത് 2023 നമ്മളുടെ പ്രൈസ് അതിന് ശേഷം പ്രൈസ് ഒരു എക്സ്ട്രീമിൽ വന്നു, അതിന് ശേഷം പ്രൈസ് താഴേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്നു. ഇപ്പോൾ ഈ ഹൈ ഉണ്ടാക്കിയത് നോക്കിയാൽ 2024 സെപ്റ്റംബറിൽ വളരെ ഫാസ്റ്റായിട്ടാണ് പ്രൈസ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അല്ലേ. ഇതേപോലെ തന്നെയാണ് പ്രൈസ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഇതേ സ്ട്രക്ചർ തന്നെ നമുക്കിവിടെ കാണാം. തിരിച്ച് കയറുന്നത് ഇച്ചിരി സ്ലോ ആയിരിക്കും, പക്ഷേ ഫസ്റ്റ് റിയാക്ഷൻ ഇതേപോലെ തന്നെ നല്ല റിയാക്ഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് എൻട്രി ആയി മാറും ബ്രിട്ടീഷ് പൗണ്ട്. അപ്പോൾ ഇത്രയും നാൾ ബിയറിഷ് ആയതുകൊണ്ട് ഇനി ബുള്ളിഷിലേക്ക് വരാനുള്ള ഒരു പ്രീവിയസ് ഹൈ വരെ ഈ ഹൈ ഒക്കെ വരെ വന്നിട്ട് ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് നല്ലൊരു പുൾ ബാക്ക് ഒക്കെ എടുത്തിട്ട് വീണ്ടും പോകും, വീണ്ടും അഗെയിൻ ബൈ ഒക്കെ ഇട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല നല്ല കൺഫർമേഷൻ നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലൊക്കെ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഡേയുടെ ആ ഒരു ബൈ എൻട്രിയാണ് നല്ല കൺഫർമേഷനൊക്കെ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നോക്കുക. 4 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ബിയർഷിൽ തന്നെ ഇരിക്കണേ, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ 4 അവറിൻ്റെയൊക്കെ OBയിൽ ഇവിടെയൊക്കെ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സെല്ല് നോക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ബൈ മാത്രമല്ല പ്രൈസ് ബുള്ളിഷിലേക്ക് മാറിയാലും നല്ല ബിയറിഷ് ആയതുകൊണ്ട് തന്നെ സെല്ലിലേക്കുള്ള എല്ലാ റിയാക്ഷൻസും നമുക്ക് തരും. അതെല്ലാം നമുക്ക് ട്രേഡ് എടുക്കാമെന്ന്. ചിലപ്പോൾ അത് പുതിയ ബ്രേക്ക് ഫ്രഷർ ഉണ്ടാക്കില്ല എന്നായിരിക്കും വരാൻ പോകുന്നത്, പക്ഷേ നമുക്കതൊക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് മാറാവുന്നതാണ്. ധൈര്യമായിട്ട് ആ ട്രേഡുകളൊക്കെ എടുക്കുക. ഉണ്ടോ, നല്ല റിയാക്ഷനായിരുന്നു. ഓരോ ന്യൂസിൻ്റെ സമയത്തും പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് താഴേക്ക് പോയി അല്ലേ. നമുക്കിനി ഓസ്ട്രേലിയൻ ഡോളർ നോക്കാം. നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ സെയിം മൂവ്മെൻറ്റ്സ് തന്നെയല്ല, നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മന്തിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ വലിയ റിയാക്ഷൻ കിട്ടാനുള്ള റീസൺ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോയുടെ ഇവിടെ ഇൻറ്റേർണൽ IDയും എടുത്തിട്ടുണ്ട് ആ റിയാക്ഷൻ. അപ്പോൾ ഈ ലോ വരെ പ്രൈസ് പോകണം. ആ ലോ ഓൾറെഡി പ്രൈസ് ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ബോഡി ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മാസത്തെ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ മാസം ക്ലോസ് ചെയ്യണം. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് വീക്കിൻ്റെയും ലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് ബിയറിഷിലേക്ക് തന്നെ മൂവ് ചെയ്തു. അപ്പോൾ ഇനി പ്രൈസ് ഇനി നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ OB ഉണ്ടെങ്കിൽ അതിലേക്ക് റിയാക്ട് ചെയ്താൽ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു ബിയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇനി നമുക്കിവിടെ വീക്കിലാണെന്നുണ്ടെങ്കിലും മന്തിലാണെന്നുണ്ടെങ്കിലും വേറെ OBകളൊന്നും നമുക്ക് കാണുന്നില്ല അല്ലേ. പക്ഷെ ഞാൻ പറയണമെങ്കിൽ ഈ ലോ പെട്ടെന്നൊന്നും അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയില്ല. ഈ ലോ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പ്രൈസ് ഇങ്ങോട്ട് കയറി ഇച്ചിരിയും കൂടി ഇറങ്ങി വരും,
അല്ലെങ്കിൽ വിക്ക് ബ്രേക്ക് നടത്തി കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടി പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലോങ് ടൈം ബൈ എടുക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പ്രൈസ് ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ ഈ ഉണ്ടായ റിയാക്ഷനേക്കാളും കൂടുതൽ റിയാക്ഷൻ ഉണ്ടാവും. ബോഡി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് വീക്കിൻ്റെ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ അവിടെ നിന്ന് നോക്കാവുന്നതാണ്. സെല്ലിലേക്ക് തന്നെ നോക്കുക, അവിടം വരെ ആ ഒരു ലോ വരെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ബൈ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബിയറിഷാണ്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ബിയറിഷ് തന്നെയാണ്. ഇതേപോലെ ബിയറിഷ് സെല്ലിലേക്ക് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നല്ലൊരു സെല്ലൊക്കെ നോക്കാം. അതേപോലെ തന്നെ ബൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വീക്കിൻ്റെ ലോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് യൂറോ യൂസ്റ്റിലേക്ക് വരാം. യൂറോ യൂസ്റ്റിയും കറൻസിയാണ്. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടും അതേപോലെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് കണ്ട സെയിം മൂവ്മെൻറ്റ്സ് ഇവിടെ കാണാം അല്ലേ. നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഈ ലോയ്ക്ക് ഒരു പ്രീവിയസ് ഐഡിയ ഒന്നും ഇല്ല. ഇതാണ് ഉണ്ടായിരുന്ന ഐഡിയ, പക്ഷെ അതൊന്നും പ്രൈസ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ലോ അത്ര വലിയ സ്ട്രോങ് ഒന്നും അല്ല, ഈ ലോ ഫെയിൽ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോ നമുക്ക് മന്തിൽ അത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ വീക്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടി വ്യക്തമായിട്ട് കാണാം. ഡേയിൽ നോക്കിക്കേ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേയിലും പുതിയൊരു ബ്രേക്ക് ഫ്രഷർ വന്നിട്ടുണ്ട്. എന്നാലും പണ്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഫോർവേഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിക്ക് ബ്രേക്കാണ്. ഇപ്പോൾ ആ ഒരു ഡേയുടെ OBയിൽ വന്നിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ ഈ ഒരു 12 മണിക്കൂർ ഈ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അത് റിയാക്ട് ചെയ്യുന്നത് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ആ റിയാക്ഷനാണ് നമുക്ക് ഈ 1 അവറിലും കാണുന്നത്. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് വയ്യും നോക്കാം. അതേപോലെ സെല്ലിലേക്ക് കിട്ടുന്ന ചാൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ട്രേഡുകൾ എടുക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിന്ന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ ഇതിൻ്റെ മുന്നിൽ വന്നിരുന്ന് റിസൾട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് തരാൻ നമ്മൾ ആരുമല്ല ഈ മാർക്കറ്റ്. മനസ്സിലായോ? എത്രത്തോളം കഷ്ടപ്പെടുന്നോ അവർക്കും തരാൻ മാർക്കറ്റൊന്നുമില്ല നമ്മൾ. പക്ഷേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറും അവസാനം കളി നിർത്തുന്ന സമയത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. മോർണിംഗ് എണീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത്രയും സെഞ്ചുറിയും ലോകത്തിലെ വലിയ കളിക്കാരനറിയുന്ന ദൈവം എന്നറിയപ്പെടുന്ന ക്രിക്കറ്റിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന വ്യക്തിയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇനി വിരമിക്കാമെന്നുള്ള വാക്ക് പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് എത്ര വലിയവനായാലും എത്ര വലിയ ട്രേഡറാണെങ്കിലും പ്രാക്ടീസ് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ നോക്കുക. പ്രോഫിറ്റിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പോൾ എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.